ബഹിരാകാശത്ത് തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് അമേരിക്ക. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി അമേരിക്കൻ മിലിറ്ററിയുടെ നിഗൂഢ ബഹിരാകാശ വിമാനമായ X-37B വിജയകരമായി വിക്ഷേപിച്ചു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് ബഹിരാകാശത്ത് രഹസ്യ നീക്കങ്ങൾ നടത്തുന്നതിനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ആളില്ലാ ബഹിരാകാശ വിമാനം വിക്ഷേപിച്ചത്. ഇത് അമേരിക്കൻ ബഹിരാകാശ സേനയുടെ 8ാമത്തെ ദൗത്യമാണ്. ഒരു ചെറിയ ബസിന്റെ വലിപ്പമുള്ള ഈ ഡ്രോൺ 2011-ൽ വിരമിച്ച മനുഷ്യനെ വഹിച്ചുള്ള ബഹിരാകാശ വാഹനങ്ങളുടെ ഒരു ചെറിയ പതിപ്പിന് സമാനമാണ്. അമേരിക്കൻ സ്പേസ് ഫോഴ്സിന്റെ പ്രസ്താവന പ്രകാരം ഡ്രോണിന്റെ ദൗത്യത്തിൽ വിവിധതരം പരീക്ഷണങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത തലമുറ ലേസർ ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുക, ബഹിരാകാശത്ത് ഇതുവരെ പരീക്ഷിച്ചതിൽ വെച്ച ഏറ്റവും ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ക്വാണ്ടം ഇനേർഷ്യൽ സെൻസർ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുക, അമേരിക്കൻ ബഹിരാകാശ അധിഷ്ഠിത ആശയവിനിമയ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും സുരക്ഷയും മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. 2010 മുതൽ പ്രവർത്തനത്തിനുള്ള ഈ X-37B ഓർബിറ്റ് ടെസ്റ്റ് വെഹിക്കിൾ ബോയിങ്ങും ലോക്ക്ഫീഡ് മാർട്ടിനും തമ്മിലുള്ള സഹകരണകരമായ യുണൈറ്റഡ് ലോഞ്ച് അലയൻസ് ആണ് വ്യോമസേനയ്ക്കായി വികസിപ്പിച്ചത്. ഏകദേശം 30 അടി നീളവും 15 അടി ചിറകുമുള്ള ഈ ഡ്രോണിന് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ് ഊർജ്ജം നൽകുന്നത്. നാസയ്ക്കും മറ്റ് സൈനിക വിഭാഗങ്ങൾക്കും വേണ്ടി ഇതിനു മുൻപും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ദൗത്യങ്ങൾ അതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ബഹിരാകാശത്തിന്റെ സൈനികവൽക്കരണത്തിന്റെ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നതാണ് X-37Bയുടെ പുതിയ ദൗത്യം. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബഹിരാകാശ മത്സരത്തിന് ഇത് പുതിയ മാനം നൽകിയേക്കാം. ഈ രഹസ്യ ദൗത്യം ബഹിരാകാശത്തെ സമാധാനപരമായ ഉപയോഗങ്ങൾക്കുള്ള വെല്ലുവിളിയാണോ അതോ സുരക്ഷാ ആവശ്യങ്ങൾക്കുള്ളതാണോ എന്ന് വരും കാലങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ.